നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ. പ്രാദേശികം. ആദ്യം പ്രധാന വാർത്തകൾ. കുട്ടികളിലെ മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിനാവശ്യമായ പരിശീലനം അധ്യാപകർക്ക് നൽകും മുഖ്യമന്ത്രി. കേരളത്തിലെ ഏക ഗോത്രവർഗ ഗ്രാമപഞ്ചായത്തായ ഇടമലക്കുടിക്ക് സ്വന്തമായി നിർമ്മിച്ച പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ വയോജന സൗഹൃദ നഗരമായി കോഴിക്കോട്. പ്രളയ പ്രതിരോധ പ്രവർത്തനം, വിവിധ മേഖലകളിൽ മോക്ക് ഡ്രില്ലുകൾ. വാർത്തകൾ വിശദമായി. കുട്ടികളിലെ മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിനാവശ്യമായ പരിശീലനം അധ്യാപകർക്ക് നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി പാലക്കാട് കോസ്മോപൊളിറ്റൻ ക്ലബ്ബിൽ നടന്ന ജില്ലാതല യോഗത്തിൽ ക്ഷണിതാക്കളുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. അതിനായി വരുന്ന ജൂൺ മുതൽ വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. കുട്ടികളിൽ വ്യക്തിഗതമായ ശ്രദ്ധ കൊടുക്കേണ്ടതും അവരുമായി ഏറ്റവും കൂടുതൽ ഇടപഴകുന്നതും അധ്യാപകരാണ്. ഇന്നത്തെ കാലത്ത് മയക്കുമരുന്ന് വ്യാപനം കുട്ടികളിൽ സ്വാധീനമുണ്ടാക്കാതിരിക്കാൻ അധ്യാപകർക്ക് കഴിയും. അധ്യാപകർ നല്ല കൗൺസിലർമാരാകുന്നതിനുള്ള പരിശീലനവും അത്തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകുക എന്നതാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ മാനസികാരോഗ്യം ശക്തിപ്പെടുത്തുന്നതിനായി പഠനം മാത്രമല്ലാതെ കല, സാഹിത്യം, സ്പോർട്സ്, ഗെയിംസ് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകണം. വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ, എക്സൈസ്, പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MP രാജേഷ്, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ, വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ VK രാമചന്ദ്രൻ, MLA മാരായ മുഹമ്മദ് മുഹസീൻ, P മമ്മിക്കുട്ടി, K പ്രേംകുമാർ, അഡ്വക്കേറ്റ് K ശാന്തകുമാരി, A പ്രഭാകരൻ, PP സുമോദ്, KD പ്രസേനൻ, K ബാബു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ, ജില്ലാ കളക്ടർ G പ്രിയങ്ക, ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ A കൗശികൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ ഏക ഗോത്രവർഗ ഗ്രാമപഞ്ചായത്തായ ഇടമലക്കുടിക്ക് സ്വന്തമായി നിർമ്മിച്ച പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം തദ്ദേശ സ്വയംഭരണ, എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഒപ്പം K-സ്മാർട്ട് മുഖേന ഓൺലൈനായി ജനന സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തു. ഇടമലക്കുടിയിൽ വൈഫൈ സൗകര്യവും എത്തിച്ചിട്ടുണ്ട്. 2010 LDF സർക്കാരിൻ്റെ കാലത്ത് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ച ശേഷം ഇതുവരെ 45 കിലോമീറ്റർ അകലെ ദേവികുളത്താണ് ഓഫീസ് പ്രവർത്തിച്ചു വന്നതെന്നും ഇടമലക്കുടിയിൽ തന്നെ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുകയെന്ന ജനങ്ങളുടെ ദീർഘകാല സ്വപ്നമാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുന്നതെന്നും MP രാജേഷ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. പെട്രോനെറ്റ് ലിമിറ്റഡിൻ്റെ CSR ഫണ്ട് ചെലവഴിച്ചു വാങ്ങിയ ആംബുലൻസ് ഫ്ലാഗ് ഓഫ് ചെയ്യുകയുണ്ടായി. പുതിയ കമ്മ്യൂണിറ്റി ഹാൾ ഡീൻ കുര്യാക്കോസ് MPയും 2 പുതിയ അങ്കണവാടി കെട്ടിടങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് കുരുവിളയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരിയും ഉദ്ഘാടനം ചെയ്തു. A രാജ MLA അധ്യക്ഷനായി. ചടങ്ങിനെത്തിയ ഊരുമൂപ്പന്മാരെ ആദരിച്ചു. ഇടമലക്കുടിയിൽ ലൈഫ് പദ്ധതിയിൽ 109 വീടുകൾ പൂർത്തിയായതായും 6 കോടി രൂപയാണ് ലൈഫ് പദ്ധതിയിൽ ഇടമലക്കുടിക്ക് അനുവദിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ശൃംഖലയിൽ ഇടം പിടിച്ച് കോഴിക്കോട് രാജ്യത്തെ ആദ്യ വയോജന സൗഹൃദ നഗരമായി തിരഞ്ഞെടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ലോകാരോഗ്യ സംഘടനയുടെ ഫോക്കൽ പോയിന്റ് ഡോക്ടർ പ്രവീൺ G പൈയിൽ നിന്ന് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഏറ്റുവാങ്ങി. യുനെസ്കോ സാഹിത്യ നഗരപദവി അംഗീകാരത്തിന് പിന്നാലെയാണ് വയോജന സൗഹൃദത്തിലും അന്താരാഷ്ട്ര അംഗീകാരത്തിലേക്ക് കോഴിക്കോട് ഉയർന്നത്. കൗൺസിൽ യോഗം ചേർന്ന് കർമ്മപദ്ധതികൾ വൈകാതെ ആവിഷ്കരിക്കുമെന്ന് മേയർ പറഞ്ഞു. 4 വർഷമായി നടത്തിയ നിരന്തര ശ്രമങ്ങളുടെ ഫലമായാണ് ഈ അംഗീകാരം. കോർപ്പറേഷനിലെ ജനസംഖ്യയുടെ 16.5% 60 വയസ്സിന് മുകളിലുള്ളവരാണ്. ഇവരുടെ ശാരീരിക മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സമഗ്ര പദ്ധതി ആവിഷ്കരിച്ചു. വയോജനോത്സവവും വിവിധങ്ങളായ പരിപാടികളും സംഘടിപ്പിച്ചു. വയോജനങ്ങളുടെയും ഭിന്നശേഷിക്കാരുടെയും കിടപ്പ് രോഗികളുടെയും ഉന്നമനത്തിനായി സമന്വയ പദ്ധതിയും നടപ്പാക്കി വരികയാണ്. ആരോഗ്യപരവും ക്രിയാത്മകവുമായ രീതിയിൽ വാർദ്ധക്യം ചെലവിടുന്നതിന് സമൂഹത്തിലെ മുതിർന്നവരെ സഹായിക്കുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. വാർത്താസമ്മേളനത്തിൽ മേയർ ബീന ഫിലിപ്പ്, ഡെപ്യൂട്ടി മേയർ CB മുസാഫർ അഹമ്മദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ P ദിവാകരൻ, PC രാജൻ, സെക്രട്ടറി U ബിനി എന്നിവർ പങ്കെടുത്തു. പ്രളയ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും കിലയും സംയുക്തമായി വിവിധ മേഖലകളിൽ മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ദുരന്ത നിവാരണ തയ്യാറെടുപ്പും കാര്യശേഷിയും വർദ്ധിപ്പിക്കുക, സമൂഹാധിഷ്ഠിത ദുരന്ത നിവാരണം സാധ്യമാക്കുക എന്നിവയാണ് മോക്ക് ഡ്രില്ലിൻ്റെ ലക്ഷ്യം. തുമ്പമൺ ഗ്രാമപഞ്ചായത്ത് അമ്പലക്കടവ് പാലത്തിന് സമീപം സംഘടിപ്പിച്ച മോക്ക് ഡ്രില്ലിൽ പ്രളയം സംഭവിക്കാൻ സാധ്യതയുള്ള അച്ചൻകോവിൽ നദീതീരത്തെ വൃഷ്ടിപ്രദേശത്തെ 100 മീറ്റർ ചുറ്റളവിലെ താഴ്ന്ന ഭാഗങ്ങളിലെ ജനങ്ങളെ ഒഴിപ്പിച്ച് ക്യാമ്പിലെത്തിക്കുന്നതാണ് മോക്ക് ഡ്രില്ലിലൂടെ ആവിഷ്കരിച്ചത്.
അടൂർ, പന്തളം, പത്തനംതിട്ട നഗരസഭകൾ തുമ്പമൺ, പന്തളം തെക്കേക്കര, കുളനട, കോന്നി, വള്ളിക്കോട്, പ്രമാടം, കലഞ്ഞൂർ, ഏനാതിമംഗലം, കൊടുമൺ, ഏഴംകുളം, കടമ്പനാട്, പള്ളിക്കൽ, ഓമല്ലൂർ, ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തുകളും മോക്ക് ഡ്രില്ലിൽ സഹകരിച്ചു. മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നതോടനുബന്ധിച്ച് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ, മൂലമറ്റം, ഇടുക്കി ക്ലസ്റ്ററിന്റെ ടേബിൾ ടോപ്പ് യോഗം ഇന്നലെ ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. കോട്ടയം ജില്ലയിലെ അയ്മനം ക്ലസ്റ്ററിലെ പ്രളയ മോക്ക് ഡ്രിൽ തിങ്കളാഴ്ച അയ്മനം ഗ്രാമപഞ്ചായത്ത് പുലിക്കുട്ടിശ്ശേരിയിൽ പുത്തൻതോട് പാലത്തിന് സമീപമായിരുന്നു നടത്തിയത്. ഏറ്റുമാനൂർ നഗരസഭ അയ്മനം, അതിരമ്പുഴ, ആർപ്പൂക്കര, കുമരകം, നീണ്ടൂർ, തിരുവാർപ്പ് എന്നീ ഗ്രാമപഞ്ചായത്തുകളെ ഉൾപ്പെടുത്തിയാണ് മോക്ക് ഡ്രിൽ നടത്തിയത്. സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി നാറാത്ത് ഗ്രാമപഞ്ചായത്തിനെ പുരാവസ്തു പുരാരേഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സമ്പൂർണ്ണ ഭവന നിർമ്മാണ ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു. കെ വി സുമേഷ് MLA അധ്യക്ഷനായി. ഭൂമിയുള്ള 137 ഭവനരഹിതർക്ക് ഭവനം നിർമ്മിച്ചു നൽകിയാണ് നാറാത്ത് ഈ നേട്ടം സ്വന്തമാക്കിയത്. ഇതിൽ 130 ഭവനങ്ങൾ പൂർത്തീകരിച്ചു. 7 വീടുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. 5.69 കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത്. നാറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് K രമേശൻ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീ സംസ്ഥാന കലാമേളയ്ക്ക് മെയ് 26-ന് കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയിൽ തുടക്കമാവും. 28 വരെയാണ് കലാമേള സംഘടിപ്പിക്കുന്നത്. ഇതോടനുബന്ധിച്ചുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് K ദിവാകർ, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ പ്രകാശ് B നായർ, ജില്ലാ പ്രോഗ്രാം മാനേജർമാർ, CDS അംഗങ്ങൾ എന്നിവർ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും കേരള നോളജ് എക്കോണമി മിഷന്റെയും ആഭിമുഖ്യത്തിൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ത്രിദിന വ്യക്തിത്വ വികസന പരിശീലനം കുളത്തൂർ ശബരിദുർഗ കോളേജിൽ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം രാജീവ് P രാജപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു ജോസഫ് അധ്യക്ഷനായി. AT സതീഷ് പദ്ധതി വിശദീകരിച്ചു. പരിശീലക R അഞ്ജന ത്രിദിന പരിശീലനത്തിന് നേതൃത്വം നൽകും. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ദീപ്തി ദാമോദരൻ, അഞ്ജു സദാനന്ദൻ, അഞ്ജലി സുരേഷ്, നീന മാത്യു, വിജ്ഞാന കേരളം പ്രോഗ്രാം മാനേജർ ഡോക്ടർ A ശ്രീകാന്ത് എന്നിവർ പങ്കെടുത്തു. അട്ടപ്പാടി പട്ടികവർഗ മേഖലയുടെ സമഗ്ര വികസനത്തിനും ജനതയുടെ ഉന്നമനത്തിനുമായി പാലക്കാട് ജില്ലാ ഭരണകൂടം ആവിഷ്കരിച്ച തുണൈ പദ്ധതിയുടെ ഭാഗമായി പരാതി പരിഹാര അദാലത്ത് നടത്തി. റവന്യൂ ഇതര പരാതികൾ ഉൾപ്പെടെ 521 പരാതികൾ ലഭിച്ചതിൽ അദാലത്തിൽ പരിഹരിക്കാൻ കഴിയാതിരുന്നവ ബന്ധപ്പെട്ട ജില്ലാതല ഉദ്യോഗസ്ഥർക്ക് കൈമാറി. അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ, അഗളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക ലക്ഷ്മണൻ, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി അനിൽകുമാർ, ഷോളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രാമമൂർത്തി, സബ് കളക്ടർ മിഥുൻ പ്രേമരാജ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ MK ഉഷ, അസിസ്റ്റന്റ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ AS അരുൺ, വിവിധ വകുപ്പുകളിലെ മറ്റ് ജില്ലാ മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മിനി കുടിവെള്ള പദ്ധതി, വെയിറ്റിംഗ് ഷെഡ് നവീകരണം തുടങ്ങി നെടുമങ്ങാട് നഗരസഭാ പരിധിയിലെ വിവിധ പദ്ധതികൾ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയ്ക്ക് കീഴിലുള്ള ഇരുമലത്തെയും കാരാന്തലയിലെയും പൊതുകിണർ പുനരുദ്ധരിച്ച് ചെറിയ ടാങ്കുകൾ സ്ഥാപിച്ച് മിനി കുടിവെള്ള പദ്ധതി സാധ്യമാക്കിയതിൻ്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള റേഡിയോ കിയോസ്ക് പുതുക്കിപ്പണിത് FM റേഡിയോ സ്റ്റേഷനാക്കിയതിൻ്റെയും ഇരുമലത്തുള്ള വെയിറ്റിംഗ് ഷെഡ് നവീകരിച്ചതിൻ്റെയും ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. യോഗത്തിൽ പ്രദേശവാസിയായ അജയകുമാർ നഗരസഭയുടെ വികസനാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് തൻ്റെ കൈവശമുള്ള 13 സെന്റ് സ്ഥലത്തിൻ്റെ അവകാശം നഗരസഭയ്ക്ക് സൗജന്യമായി കൈമാറി. തറട്ട വാർഡിനെ മാലിന്യമുക്ത വാർഡാക്കി മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിച്ച ഹരിതകർമ്മ സേനാംഗങ്ങളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും ചടങ്ങിൽ ആദരിച്ചു. തറട്ട വാർഡിലുള്ള പൊതുസ്ഥാപനങ്ങളെയും ആരാധനാലയങ്ങളെയും ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ചു. ഇരുമലം ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ നെടുമങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ CS ശ്രീജ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ഹരികേശൻ, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെയും കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ മുഖ്യാതിഥിയായി. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, MLAമാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ, EK വിജയൻ, PTA റഹീം, കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ, KM സച്ചിൻ ദേവ്, ലിൻഡോ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ഗവാസ്, ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ, സബ് കളക്ടർ ഹർഷിൽ ആർ മീണ, ജില്ലാ പോലീസ് കമ്മീഷണർ T നാരായണൻ, INPRD ഡെപ്യൂട്ടി ഡയറക്ടർ KT ശേഖർ തുടങ്ങിയവർ സംസാരിച്ചു. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിൻ്റെയും കിലയുടെയും ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലയിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു.
ആറാട്ടുപുഴ ക്ലസ്റ്റർ പ്രളയ മോക്ക് ഡ്രിൽ കായംകുളം നഗരസഭയിലെ 30-ാം വാർഡിലും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 12, 14, 15 വാർഡുകളിലുമായാണ് നടത്തിയത്. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി എറണാകുളം ജില്ലയിൽ ജില്ലാ കൗൺസിൽ രൂപീകരണ യോഗം നടന്നു. കാക്കനാട് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഉദ്യോഗാർത്ഥികളെ തൊഴിലിലേക്ക് എത്തിക്കുന്നതിന് സഹായകരമാകുന്ന തരത്തിൽ പഞ്ചായത്ത് തലത്തിലുള്ള ഫെസിലിറ്റേഷൻ സെന്ററുകളും ബ്ലോക്ക് മുനിസിപ്പാലിറ്റി തലത്തിലെ ജോബ് സ്റ്റേഷനുകളും ജില്ലയിൽ ഈ മാസം അവസാനം പൂർത്തീകരിക്കും. കൂടാതെ ഇവയുമായി ബന്ധപ്പെട്ട് KRP, DRP, LRP എന്നിങ്ങനെ 3 തട്ടിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെ സംവിധാനവും ഒരുങ്ങുമെന്ന് വിജ്ഞാന കേരളം ഉപദേഷ്ടാവ് ഡോക്ടർ തോമസ് ഐസക് യോഗത്തിൽ പറഞ്ഞു. മന്ത്രി പി രാജീവ് ചെയർമാനായും ജില്ലാ കളക്ടർ സെക്രട്ടറിയായും വിജ്ഞാന കേരളം DMC കൺവീനറായും MLA-മാരും ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികളും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുനിസിപ്പൽ ചെയർമാൻമാരും ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ഭാരവാഹികളും തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥരും PMU അംഗങ്ങളും അടങ്ങുന്ന കൗൺസിൽ രൂപീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തടൻ യോഗത്തിൽ അധ്യക്ഷനായി. കില ജില്ലാ ഫെസിലിറ്റേറ്റർ ജുവേരിയ ഐസക്, MLA-മാരായ എൽദോസ് കുന്നപ്പിള്ളിൽ, KJ മാക്സി, ആന്റണി ജോൺ, പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ, തൃപ്പൂണിത്തുറ മുനിസിപ്പൽ ചെയർപേഴ്സൺ രമ സന്തോഷ്, പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി, ജില്ലാ കളക്ടർ NSK ഉമേഷ്, വിജ്ഞാന കേരളം DMC R രാജേഷ് എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മേഖലാ അവലോകന യോഗങ്ങൾക്ക് നാളെ തുടക്കമാവും. സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ പൊതുജനങ്ങൾക്ക് കൂടുതൽ അനുഭവവേദ്യമാക്കാനും വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്താനും ജില്ലകളിൽ പുരോഗമിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അവ കണ്ടെത്തി പരിഹരിക്കുന്നതിനുമാണ് മേഖലാ അവലോകന യോഗങ്ങൾ നടത്തുന്നത്. പാലക്കാട്, തിരുവനന്തപുരം, കണ്ണൂർ, കോട്ടയം എന്നീ മേഖലകളിൽ മെയ് 8, 15, 26, 29 തീയതികളിൽ യോഗം നടക്കും. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളാണ് 8-ാം തീയതിയിലെ യോഗത്തിൻ്റെ ഭാഗമാകുന്നത്. മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറിമാർ, വകുപ്പ് മേധാവികൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. 2023 മേഖലാ അവലോകന യോഗങ്ങളുടെ ഫലപ്രാപ്തിയാണ് വീണ്ടും അത്തരത്തിൽ യോഗങ്ങൾ സംഘടിപ്പിക്കാൻ പ്രേരകമായത്. 3 വിഭാഗത്തിൽപ്പെടുന്ന വിഷയങ്ങളാണ് ഈ വർഷത്തെ മേഖലാ യോഗങ്ങളിൽ പരിഗണിക്കുന്നത്. ഇതിനു പുറമെ നവകേരള സദസ്സിൻ്റെ ഭാഗമായി നിയോജക മണ്ഡലങ്ങളിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളും ഗ്രാമീണ റോഡിൻ്റെ പുനരുദ്ധാരണ പദ്ധതിയും ഇത്തരം യോഗങ്ങളിൽ വിലയിരുത്തുന്നുണ്ട്. സർക്കാർ മുൻഗണന നൽകുന്ന പദ്ധതികളായ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, ലൈഫ്, ആർദ്രം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ഹരിത കേരളം, മാലിന്യമുക്ത നവകേരളം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിൽ വിലയിരുത്തും. പ്രാദേശികം അവസാനിക്കുന്നു. നേർക്കാഴ്ച. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും ചെറുതും കുട്ടനാട്ടിലെ ഏറ്റവും താഴ്ന്ന പഞ്ചായത്തുകളിലൊന്നുമാണ് മുട്ടാർ ഗ്രാമപഞ്ചായത്ത്. പ്രളയകാലത്ത് കിഴക്കൻ മേഖലയിലെ പ്രളയജലം ആദ്യം ബാധിക്കുന്നതുമായ പഞ്ചായത്തായതുകൊണ്ടാണ് ജനജീവിതവും യാത്രാ ദുരിതവും വർഷം കഴിയുന്തോറും ദുസ്സഹമായി മാറുന്നു. വർഷത്തിൽ 8 മാസവും വെള്ളപ്പൊക്കം ബാധിക്കുന്ന പഞ്ചായത്തെന്ന നിലയിൽ ഓരോ വെള്ളപ്പൊക്കത്തിലും ജനങ്ങൾ വീടും നാടും വിട്ട് കരപ്രദേശങ്ങളിലേക്ക് പോകുന്നു. ആകാശത്ത് കാർമേഘം കാണുമ്പോൾ തന്നെ മുട്ടാർ നിവാസികളുടെ നെഞ്ചിൽ തീയാണ്. റോഡുകളെല്ലാം വെള്ളത്തിനടിയിലാകുന്നതോടെ കരപ്രദേശങ്ങളിലേക്ക് രക്ഷ തേടി പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥ. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം ലഭിക്കുന്നതോടെ ദുരന്ത നിവാരണ കമ്മിറ്റി ചേർന്നുകൊണ്ട് ഏറ്റെടുക്കേണ്ട ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് തീരുമാനം കൈക്കൊള്ളുന്നു. ദുരന്ത നിവാരണ രേഖയിലെ അടിയന്തരമായി ബന്ധപ്പെടേണ്ടവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. എന്തിനും സജ്ജരായിട്ടുള്ള 75ഓളം വോളണ്ടിയേഴ്സും ജീവനക്കാരും ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അണിനിരന്നുകൊണ്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. വീടുകളിൽ ഒറ്റപ്പെട്ടവരെ പഞ്ചായത്തിന്റെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുന്നു. വള്ളങ്ങളിലും ബോട്ടുകളിലും വാഹനങ്ങളിലുമായി ക്യാമ്പിൽ ആളുകളെ എത്തിക്കുകയും അവർക്ക് ആവശ്യമായ ഭക്ഷണം, മരുന്നുകൾ, അത്യാവശ്യ വസ്ത്രങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നു. വീടുകളിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്നവർക്ക് ഭക്ഷണ പദാർത്ഥങ്ങളും മരുന്നുകളും എത്തിച്ചു നൽകുന്നു. ദുരിതാശ്വാസ ക്യാമ്പിൽ ദിവസേന ക്യാമ്പ് കമ്മിറ്റി ചേർന്നുകൊണ്ട് ദൈനംദിന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നു. ക്യാമ്പിൽ ഡോക്ടർമാർ, ആശാപ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, വില്ലേജ് അധികാരികൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായിരിക്കുന്നു.
ഭരണസമിതിയുടെയും സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ പ്രളയത്തിൽ അകപ്പെട്ട വീടുകളിൽ സന്ദർശനം നടത്തി വേണ്ട സഹായങ്ങൾ നൽകുന്നു. 3 ആഴ്ച വരെ നീണ്ടുനിന്ന ക്യാമ്പ് ഒരു പരാതിയുമില്ലാതെ നടത്താൻ സാധിക്കുന്നു. സാമ്പത്തികമായി ഉയർന്നവർ വീട് വിറ്റ് കരപ്രദേശങ്ങളിലേക്ക് പോകുന്നു. കുട്ടനാട്ടിലേക്ക് പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അയക്കാൻ പോലും മടിക്കുന്നു. മണിമലയാറ്, തോടുകൾ എന്നിവ മണ്ണും എക്കലും നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നു. വേമ്പനാട്ടുകായൽ അടക്കമുള്ള പ്രദേശത്തെ എക്കലും മണലും നീക്കം ചെയ്യുന്നത് വഴി മാത്രമേ പ്രശ്ന പരിഹാരം സാധ്യമാകൂ. ഇനിയും ഒരു പ്രളയം ഞങ്ങളെ തകർക്കരുതേ എന്ന പ്രാർത്ഥനയോടെ മുട്ടാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പത്താഴക്കുണ്ട് വട്ടായി കുടിവെള്ള പദ്ധതി. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് മലയോര വാർഡുകളായ പറമ്പായി, കുത്തുപാറ, കുണ്ടുകാട് എന്നീ വാർഡുകൾ മുഴുവനായും അടങ്ങളം, പനങ്ങാട്ടുകര വാർഡിലെ ചില പ്രദേശങ്ങളും ഉൾപ്പെടെ 2000 കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചിട്ടുള്ള വിപുലമായ പദ്ധതിയാണ് പത്താഴക്കുണ്ട് വട്ടായി കുടിവെള്ള പദ്ധതി. വർഷങ്ങളായി ഉപയോഗപ്പെടുത്താതെ കിടക്കുന്ന വട്ടായിയിലെ ഒരു വലിയ സംഭരണ ശേഷിയുള്ള ജലസ്രോതസ്സിനെയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ആശ്രയിക്കുന്നത്. ക്വാറിയിൽ നിന്നും ജലമെടുത്ത് ശുദ്ധീകരിച്ച് 5Tയിൽ നിർമ്മിച്ചിട്ടുള്ള 3,20,000 ലിറ്റർ വെള്ളം സംഭരണ ശേഷിയുള്ള ടാങ്കിൽ നിന്നും മേൽപ്പറഞ്ഞ വാർഡുകളിലായി 58 കിലോമീറ്റർ ചുറ്റളവിലേക്ക് വെള്ളം ഘട്ടം ഘട്ടമായി വിതരണം നടത്തുന്നു. MP ഫണ്ട്, ജില്ലാ പഞ്ചായത്ത് ഫണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട്, തെക്കുംകര പഞ്ചായത്ത് പ്ലാൻ ഫണ്ട്, തനത് ഫണ്ട് എന്നിവയിൽ നിന്നാണ് ഇതിനുള്ള തുക വകയിരുത്തിയിരിക്കുന്നത്. വാഴാനി കുടിവെള്ള പദ്ധതി വിപുലീകരണവും പത്താഴക്കുണ്ട് വട്ടായി കുടിവെള്ള പദ്ധതിയും പൂർത്തിയാകുന്നതോടെ തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്ന ഭരണസമിതിയുടെ വികസന കാഴ്ചപ്പാട് നടപ്പിലാവുകയാണ്. 5T വാട്ടർ ടാങ്കിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ പദ്ധതി നടത്തിപ്പിനായി ഓഫീസ് ആരംഭിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ വിപുലീകരണം ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ പത്താഴക്കുണ്ട് ഡാമിലെ ജലം എടുക്കുന്നതിനായി ഡാമിനോട് ചേർന്ന് ഒരു കിണർ നിർമ്മിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായാണ് ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിൽ ഒരു പദ്ധതി നേരിട്ട് നടപ്പിലാക്കുന്നത്. വട്ടായി പത്താഴക്കുണ്ട് കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ടാങ്കിന്റെ സംഭരണ ശേഷി 3,20,000 ലിറ്ററാണ്. വട്ടായി കുടിവെള്ള പദ്ധതിയിൽ 2022 ഡിസംബർ വരെ 400 വീടുകളിലേക്ക് കുടിവെള്ളം നൽകാൻ കഴിഞ്ഞു. 4 വാർഡുകളിലായി 2000 വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അടുത്തതായി നമുക്ക് സംസാരിക്കാം. ആവശ്യമായ പരിശീലനം നൽകി തൊഴിൽ രഹിതർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനും അഭിരുചിക്കനുസരിച്ചുമുള്ള തൊഴിലുകൾ ഉറപ്പാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ വിജ്ഞാന കേരളം പദ്ധതി അഡ്വൈസറും മുൻ ധനകാര്യമന്ത്രിയുമായ ഡോക്ടർ TM തോമസ് ഐസക്കാണ് ഇന്ന് നമുക്ക് സംസാരിക്കാൻ പരിപാടിയിൽ നമ്മോടൊപ്പമുള്ളത്. ഞാൻ കേരളം ജനകീയ ക്യാമ്പയിൻ പെട്ടെന്ന് മനസ്സിലായി. ഒരുപാട് സന്നദ്ധ പ്രവർത്തകരെയും കമ്മ്യൂണിറ്റി മെമ്പർമാരെയും പങ്കാളികളാക്കി ലക്ഷക്കണക്കിന് ആളുകൾ
പരിശീലനം നൽകി തൊഴിലിലേക്ക് നയിക്കാനാണ് ഈ പ്രസ്ഥാനം ശ്രമിക്കുന്നത്. അത് ജനകീയമാവാത്ത തരമില്ല. പക്ഷെ പലർക്കും അറിഞ്ഞില്ല എന്തുകൊണ്ട് വിജ്ഞാന കേരളം തൊഴിൽ കൊടുത്താൽ വിജ്ഞാന കേരളം എന്നുള്ളതായിരിക്കും ആദ്യം മനസ്സിൽ വരുന്ന ചോദ്യം. ഉത്തരവിതാണ്. കേരളത്തിന്റെ വികസനത്തിന്റെ അടുത്ത ഘട്ടം കേരളത്തെ വിജ്ഞാന സമ്പദ്ഘടനയായി പരിവർത്തനം ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ കൃഷിയുടെയും വ്യവസായത്തിന്റെയും എല്ലാം സാങ്കേതിക അടിത്തറ ഏറ്റവും ആധുനികമായ വളരെ ഉയർന്ന ഉത്പാദനക്ഷമതയുള്ള സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിലാണ്. അതിനു വേണ്ടിയിട്ട് ചില നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. പശ്ചാത്തല സൗകര്യങ്ങളുടെ പിന്നോക്കാവസ്ഥ നീക്കാൻ കിഫ്ബി എന്നൊരു സ്ഥാപനം, അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സമൂലമായ മാറ്റത്തിന് വേണ്ടി വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മേഖലയാവണം. അതിനുവേണ്ടിയുള്ള പരിഷ്കാരങ്ങൾ, അതുപോലെ പുതിയ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്നവേഷൻ അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കാം, നിക്ഷേപത്തെ ആകർഷിക്കാം ഈ മേഖലകളിലേക്ക്, വിജ്ഞാന മേഖലകളിലേക്ക്. ഇതിനൊക്കെയുള്ള നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം വിജ്ഞാന സമ്പദ്ഘടനയാവാൻ ഒരു കാര്യം കൂടി വേണം. ഈ പുതിയ വ്യവസായങ്ങളൊക്കെ കൊണ്ടുവരാനല്ലേ ശ്രമിക്കുന്നത്. ആ വ്യവസായങ്ങളിൽ പണിയെടുക്കാനുള്ള പ്രാപ്തി നമ്മുടെ നാട്ടിൽ അതിന്നില്ല. അതിനാണ് നൈപുണ്യ പരിശീലനം നൽകുക. ഇന്നിപ്പോൾ കേരളത്തിൽ വേണ്ടത്ര ജോലിയില്ലെങ്കിൽ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശത്തും ജോലി നൽകാം. അപ്പോൾ വിജ്ഞാന കേരളത്തെ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനത്തിന്റെ ഒരു ഭാഗവുമാണ് കൂടിയാണ് ഈ സ്കില്ലിംഗ്. അടിവരയിടാനായിട്ടാണ് വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ എന്നൊരു പേര്. അത് ശരിയാ. കേരളത്തിലെ ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് അഖിലേന്ത്യാ ശരാശരിയുടെ 3 മടങ്ങ്. ചെറുതല്ല, 3 മടങ്ങ്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് കുറവാണെങ്കിലും ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് കൂടുതൽ. എന്തെങ്കിലും പണി ചെയ്ത് തൊഴിലുണ്ടെന്ന് പറഞ്ഞ് മനുഷ്യന്മാര് ഗ്രാമീണ മേഖലയിൽ കടന്നു. കേരളത്തിൽ പറ്റില്ല. അഭ്യസ്തവിദ്യരാണ്. ഉയർന്ന തൊഴിലുകൾ തന്നെ കിട്ടണം, ഇല്ലെങ്കിൽ പോവില്ല. കേരളത്തില് 35 ലക്ഷം പേരെ വടക്കേന്ത്യയിൽ നിന്ന് ജോലി. അപ്പൊ തൊഴിലില്ലാത്തതുകൊണ്ടല്ല, ആ തൊഴിൽ പോരാ. അപ്പോ അതിന് പറ്റിയ തൊഴിലുകൾ കേരളത്തിൽ അഭ്യസ്ത വിദ്യർക്ക് പറ്റിയ തൊഴിലുകൾ. അതിനാണ് വിജ്ഞാന സമ്പദ്ഘടനയാക്കി കേരളത്തെ മാറ്റണം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ എന്താ നമ്മൾ ചെയ്യുന്നത്? ഇങ്ങനെ കേരളത്തിൽ മാറ്റം വരാൻ കുറച്ച് വർഷം എടുക്കുമല്ലോ. ആ അന്തരാള ഘട്ടത്തിൽ നമ്മുടെ തൊഴിലില്ലാത്തവരെ സ്കില്ല് ചെയ്യിച്ച് വിദേശത്തോ മറ്റു സംസ്ഥാനത്തോ പറ്റിയ തൊഴിലുകൾ ഏർപ്പെടുത്തിക്കൊടുക്കാം. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള 35 ലക്ഷം പേര് പുറത്തുനിന്ന് ചെയ്യുന്ന തൊഴിലില്ലേ, അതിന്റെ പാതിയെങ്കിലും നമ്മുടെ നാട്ടിലെ അഭ്യസ്തവിദ്യരായ സ്ത്രീകൾക്ക് പറ്റിയത്. സ്ത്രീകളുടെ പ്രത്യേകത ഒരു പുറത്തു ജോലിക്ക് പോകുകയാണ്, മറ്റു സംസ്ഥാനത്ത് വീടിനടുത്ത് ജോലിക്കും. അപ്പൊ അവരെ സ്കില്ല് ചെയ്യിച്ച ഈ ജോലികളിൽ കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ ചെയ്യുന്നത്. ഒന്ന്, സ്ത്രീകൾക്ക് അവരുടെ വീടിനടുത്തുള്ള തൊഴിലുകളിൽ സ്കില്ല് ചെയ്ത് ആ ജോലികൾ കൊടുക്കാം. 2, യുവാക്കൾക്ക് പ്രത്യേകിച്ച് വിദേശത്തോ മറ്റു സംസ്ഥാനത്തോ സ്കില്ല് ചെയ്ത് തൊഴിലുകൾ മേടിച്ചു കൊടുക്കുക. നാളെ അങ്ങനെ പുറത്തു പോകേണ്ട ആവശ്യം വരില്ല. കേരളത്തിൽ തന്നെ അത്തരം തൊഴിലുകൾ ഉണ്ടാവും. അപ്പോഴും സ്കില്ലിങ് വേണ്ടി വരും.
ആ സ്കില്ലിങ് നമ്മുടെ കോളേജുകൾ പഠിക്കുമ്പോൾ തന്നെ നടത്തുന്ന സ്ഥിതിയും ഉണ്ടാവും. ശരിക്കും നൈപുണ്യ വികസനം നടത്തേണ്ടത് പഠിക്കുമ്പോഴാണ്. എന്നാൽ ഇന്ന് സാങ്കേതിക വിദ്യാഭ്യാസത്തിന് പുറത്ത് അങ്ങനെയുള്ള ശ്രമമില്ല. അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഐടിയും പോളിയും പെടുവതിൽ അവസാന വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികളെ ജോലിയിലേക്ക് നയിക്കാവുന്ന ഒരു സ്കിൽ കോഴ്സ് ഈ വർഷം. പിന്നെ അത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കും. അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് ഒരു സ്കിൽ കോഴ്സ് പഠിക്കേണ്ടി വരും. ഇത്രയും അധികം കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം? കോളേജിലെ മാഷന്മാർ മാത്രം ഉണ്ടായതുകൊണ്ട് ബാക്കിയില്ല. അവർക്ക് ഓൺലൈനായിട്ട് കോഴ്സുകൾ ഫ്രീ ആയിട്ട് കൊടുത്താലും നടക്കില്ല. മെന്റർമാര് വേണം. എങ്ങനെ ഇത്രയധികം മെന്റർമാരെ കണ്ടെത്താം? ഒരു 50,000 മെന്റർമാരെങ്കിലും വേണേ. അപ്പൊ അതിനുള്ള മാർഗം ഓരോ കോളേജിലും പഠിച്ച് പുറത്ത് ജോലി ചെയ്യുന്ന, നാട്ടിൽ തന്നെ വേണമെന്നില്ല, പുറത്ത് ജോലി ചെയ്യുന്നവരുമായിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ, അവരിൽ അധ്യാപകരായിട്ട് ഇപ്പൊ പഠിപ്പിക്കുന്നവര്, പ്രൊഫഷണൽ ജോലിയിൽ ഏർപ്പെടുന്നവര് അവരോട് അഭ്യർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ പഠിച്ച കോളേജില്, നിങ്ങളിരുന്ന ക്ലാസ് മുറിയില് ഇരിക്കുന്ന കുട്ടിയെ ഒന്ന് സഹായിക്കും. അവരോട് സംവദിച്ച് അവരെ സ്കില്ലിങ്ങിന് സഹായിക്കണം. എനിക്ക് തോന്നുന്നു കേരളം മുന്നോട്ട് പോകും, ആളുകൾ മുന്നോട്ട് പോകും. ഇതാണ് വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ സ്കിൽ പ്രോഗ്രാമിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തത്, വിവിധ തൊഴിലുകൾ കണ്ടുപിടിച്ച് ആ തൊഴിലുകൾക്ക് വേണ്ടിയുള്ള സ്കില്ലിങ് നടത്തിക്കൊടുക്കാം. അത് ഉയർന്ന സ്കില്ലിങ്ങും ഉണ്ട്, നാട്ടിൽ പ്രാദേശിക ജോലികൾക്ക് വേണ്ടിയുള്ള ലോ എൻഡ് സ്കില്ലിങ്. ഏതായാലും പഠിത്തം പൂർത്തിയാക്കിയവരെയും നൈപുണ്യ വികസനത്തിലേക്ക് നയിച്ച് അവർക്ക് ജോലി കൊടുക്കണം. ഇപ്പോൾ മൂന്നാമത്തത്, തൊഴിൽ മേളകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അത്രയും പേര് സ്കില്ല് ചെയ്ത് അണിനിരത്താൻ നേരം കിട്ടില്ല. അവർക്ക് ഒരു വർക്ക് റെഡിനെസ് പ്രോഗ്രാം എങ്കിലും ഇന്റർവ്യൂവിനൊന്നും അവരെ കൊണ്ടുപോകാം. ഇങ്ങനെ 3 തരത്തിലുള്ള സ്കിൽ കോഴ്സുകളാണ്, സ്കിൽ ക്യാമ്പയിനുകളാണ് വിജ്ഞാന കേന്ദ്രത്തിൽ നടക്കുന്നത്. തുടങ്ങിയപ്പോൾ ജനകീയ ക്യാമ്പയിനായിട്ടല്ല അവനെ ചിന്തിച്ചത് ഇങ്ങനെയാണ്. തൊഴിലില്ലാത്തവര് തൊഴിൽ സ്വയം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന തൊഴിലവസരങ്ങൾ, തൊഴിൽദാതാക്കൾക്ക് തൊഴിലാളിയെ കിട്ടുമ്പോൾ അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും കൂട്ടുമുട്ടാനായിട്ട് വേദി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളാണ്. ഇതായിരുന്നു ചിന്തിച്ചത്. അതിനാണ് ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നത്. വളരെ സമഗ്രമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം. അതിലെ ഒരു ക്യാമ്പയിൻ നടത്തി 18 ലക്ഷം പേര് തൊഴിലന്വേഷണത്തിന് രജിസ്റ്റർ ചെയ്തു. അവരെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അവിടെ തൊഴിൽദാതാക്കളെയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർക്ക് തൊഴിലാളികളെ വേണമെങ്കിൽ അവർക്ക് ആ വിവരങ്ങൾ ഇവിടെ രേഖപ്പെടുത്താം. എപ്പോഴും 1-2 ലക്ഷം തൊഴിലുകളുണ്ട്. അപ്പൊ അനുമാനം എന്താ? തൊഴിലന്വേഷകര് നിരന്തരം പരിശോധിച്ച് പ്ലാറ്റ്ഫോമിൽ പറ്റിയ ജോലികൾ കണ്ടുപിടിച്ചാൽ അപേക്ഷിക്കുന്നു. അല്ലാതെ നടക്കില്ല എന്നാണ് ഇതുവരെയുള്ള. ഇത് പേടിയാണ് സ്വയം ഇതൊക്കെ കരുതി കണ്ടുപിടിച്ചിരിക്കാൻ. ഈ 18 ലക്ഷം പേരുണ്ടെങ്കിൽ തനിക്ക് പറ്റിയ ആളാരെന്ന് ഇരിക്കുന്ന ക്ഷമ തൊഴിൽദാതാക്കൾക്കില്ല. പലപ്പോഴും ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തൊഴിലന്വേഷണം അറിയത്തുപോലും
ജോലി കിട്ടി, ഒരു മെസ്സേജ് വരും, മെസ്സേജ് ആൾ കണ്ടില്ലെങ്കിൽ പിന്നെ ആരും തുറന്നു നോക്കാനില്ല. സ്കില്ലുകൾ പഠിക്കേണ്ടി വരും ഇന്റർവ്യൂവിന് മുമ്പ്. 70,000 സ്കിൽ കോഴ്സുകൾ, ഒന്നും രണ്ടും അല്ല, 70,000 സർക്കാർ ലൈസൻസ് എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ അത് തെരഞ്ഞെടുത്ത് പഠിക്കാം. പക്ഷെ മെന്റർ ഇല്ലാതെ പഠിക്കും. ഇതാണ് ഇതുവരെയുള്ള അനുഭവം. അപ്പൊ ഇത് 3 വർഷം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നല്ല ബോധ്യം. ഇങ്ങനെ പോയാൽ പറ്റില്ല. അപ്പൊ 2-3 കാര്യങ്ങൾ ഇപ്പൊ ചെയ്തിട്ടുണ്ട്. എല്ലാ ബ്ലോക്കിലും മുനിസിപ്പാലിറ്റിയിലും ജോബ് സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തിലും ഫെസിലിറ്റേഷൻ സെന്റർ. അവിടെ ഇപ്പൊ 2-3, 4, 5, 6 പേര് അവിടെ മുഴുവൻ സമയം പോയി. അപ്പൊ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ചോദിക്കാൻ വേണം. 2, ഇങ്ങോട്ട് അവരെ വിളിച്ചുകൊണ്ട് അതിനാളുകൾ. അതിന് സംസ്ഥാന തലത്തിൽ പരിശീലനം നൽകിയിട്ടുള്ളത് 200 ARP-മാരുണ്ട്. ജില്ലാ തലത്തിൽ പരിശീലനം നേടിയിട്ടുള്ള 2000 DRP-മാർ. പിന്നെ പ്രാദേശിക തലത്തിൽ പരിശീലനം നൽകിയിട്ടുള്ള ഒരു 30,000-ഓളം ലോക്കൽ റിസോഴ്സ് പേഴ്സൺസിനെ RP-മാരും. ആ ഫണ്ടിങ്ങിന് വ്യത്യാസമാണ്. അവര് വന്നു. 3ാമത്തെ കോഴ്സൊക്കെ ഉണ്ട്, പക്ഷെ അവരെ സഹായിക്കാൻ ആളുകൾ. അപ്പൊ മെന്റർമാരെ നമ്മൾ ലോക്കലായി എടുത്തിട്ടുണ്ട്. അപ്പോ ഇത്ര ആയിക്കഴിയുമ്പോൾ നേരത്തെ ഉണ്ടായ ദൗർബല്യങ്ങൾ നമ്മൾ അങ്ങനെ പരിഹരിക്കും. അതുകൊണ്ടാണ് ഇതിന് ജനകീയ ക്യാമ്പയിൻ എന്ന് വിളിക്കുന്നത്. ഇനിയിപ്പോ കാര്യങ്ങൾ മാറും. ഈ വർഷം 5 ലക്ഷം പേർക്കെങ്കിലും ജോലി കൊടുക്കും. അതിനേക്കാൾ ഏറെ പേർക്ക് നൈപുണി പരിശീലനം. എന്തിനാ കുട്ടികളൊക്കെ വിദേശത്ത് പോണേ? ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും പഠിക്കാമെന്ന് പറഞ്ഞു. വിദേശത്ത് ഏതെങ്കിലും ഒരു കോളേജിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജോലി തരപ്പെടുത്താൻ കൂടുതൽ എളുപ്പമായിരിക്കും എന്നാണ് ചിന്തിക്കുന്നത്. അത് ശരിയാണ് താനും. രണ്ട് ജോലിക്ക് വേണ്ടിയിട്ടായി പഠിത്തം തന്നെ അങ്ങോട്ടാക്കി. നമ്മളിപ്പോ മാറ്റാൻ പോയാ കേരളത്തിലെ ഏത് കോളേജിൽ പഠിച്ചാലും ജോലി കിട്ടുമെന്ന് ഉറപ്പുവരുത്താൻ പോയി. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ജോലിയിലേക്ക് നയിക്കുന്ന ഒരു സ്കിൽ കോഴ്സ് ഉണ്ടാവും. എങ്ങനെ ജോലിയിലേക്ക് നയിക്കുന്ന ഉറപ്പുവരുത്തുന്നത്? എല്ലാ കോളേജിലും ഒരു സ്കിൽ സെന്റർ ഉണ്ട്. പ്രിൻസിപ്പൽ അധ്യക്ഷൻ, പ്ലേസ്മെന്റ് ഓഫീസറെ കൺവീനർ, മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരു പ്രതിനിധി ഉണ്ടാവും. അവര് വിവിധ കമ്പനികളോടൊക്കെ ചർച്ച ചെയ്തിട്ട് ആ കമ്പനികൾക്ക് പറ്റിയ സ്കില്ലുകൾ തന്നിട്ട് അതാണ് പഠിത്തത്തോടൊപ്പം ആ സ്കില്ലും പഠിക്കാനുള്ള അവസരമുണ്ട്. കരിയർ കോഴ്സിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ സ്കില്ല് പഠിച്ചാലും പഠിച്ചു കിട്ടും. അതുകൊണ്ട് കുട്ടികൾ പഠിക്കും. അപ്പോ അങ്ങനെ ഈ സ്കിൽ പഠിത്തം നന്നായിട്ട് നടന്നാൽ പിള്ളേർക്ക് ജോലി കിട്ടും. പിള്ളേർക്ക് കേരളത്തിൽ പഠിച്ചാലും ജോലി കിട്ടും എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ പഠിക്കാനായിട്ട് അവർ നിൽക്കും. ഇനിയിപ്പോ നന്നായിട്ട് ഈ പണി ചെയ്താലോ കേരളത്തിൽ നിന്ന് പുറത്ത ആളുകൾ കേരളത്തിൽ പഠിക്കാൻ വരും. ഇവിടെ ജോലി ചെയ്താൽ ജോലി തോന്നുന്നത് ശരി. ഇവിടെ പഠിച്ചാൽ ജോലി കിട്ടും. അതും ഇവിടെ പഠിക്കാൻ പറ്റും. അവസാനത്തെ സെന്റൻസ് കുറിച്ച് സ്ത്രീകള് ആണ് വിജ്ഞാനികളും ജനീയ ക്യാമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ലോക്കൽ ജോലികളുടെ ഹൈപ്പർ ലോക്കൽ ജോലികളുടെ മൊബിലൈസേഷൻ ഇവിടുത്തെ വീട്ടമ്മമാരെ ലക്ഷ്യമില്ല. അഭ്യസ്തവിദ്യരായ വീട്ടമ്മമാരെ ഇപ്പോ കുട്ടിക്കൊരു 60 വയസ്സൊക്കെ പ്രായമാകുമ്പോഴാണ് എന്നാൽ ഇനിയൊരു ജോലി കിട്ടിയാൽ കൊള്ളാലോ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ പഠിച്ചതൊക്കെ മറന്നു പോയിക്കാം. വേണ്ടത്ര നൈപുണ്യം ഉണ്ടാവില്ല. അപ്പൊ പ്രാദേശികമായിട്ട് ഇവർക്ക് പറ്റുന്ന ജോലി കണ്ടുപിടിച്ച് അവിടെ ജോലി ചെയ്യാൻ ഇവർക്ക് പരിശീലനം നൽകി അവരെ നിയോഗിക്കുക. ഇത് വലിയ മാറ്റം കേരളത്തിൽ.
ഇന്ന് തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ ഇരട്ടി സ്ത്രീകൾ കേരളത്തിൽ തൊഴിലെടുക്കുന്ന അവസ്ഥ ഒരു 5 വർഷത്തിനുള്ളിൽ വരുന്നത്. രണ്ടാമത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കരിയർ ബ്രേക്ക് ചെയ്ത് മറ്റുള്ള സ്ത്രീകളാണ്. അവർക്ക് വീട്ടിനടുത്തിരുന്ന് ജോലി ചെയ്യാൻ പറ്റും, വീട്ടിനകത്തിരുന്ന് ജോലി എടുക്കുന്ന കരിയർ. ഡിജിറ്റൽ സ്കില്ലുകളാണെങ്കിൽ അതിനുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകൾക്ക് അവരെത്തിച്ചു. അപ്പോ ഈ രീതിയിൽ ഈ ക്യാമ്പയിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ സ്ത്രീകളായിരിക്കും. നമ്മുടെ പിന്നോക്ക വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് പട്ടികജാതിപ്പെട്ടവർക്കാര്, അവർക്ക് സംഘടിത മേഖലയിൽ ജോലി കിട്ടുന്ന സംരംഭം വരും. എന്നാൽ സ്വകാര്യ മേഖലയിൽ സംവരണമില്ല. അതുകൊണ്ട് വളരെ കുറച്ചു പേർക്ക് മാത്രം അവിടെ ജോലിയുണ്ട്, നല്ല ജോലിയുണ്ട്. ഇവരെയും നമ്മൾ നല്ല നൈപുണ്യ പരിശീലനം നൽകി ജോലി നൽകാൻ വേണ്ടി പരിശ്രമിച്ചു. അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രത്യേക പരിപാടികൾ ഉന്നതിയുടെ ഭാഗമായിട്ട് രൂപം നൽകിയിട്ടുണ്ട്. അവർക്ക് പ്രത്യേക കരിയർ ഗൈഡൻസ് പ്രോഗ്രാം, തെരഞ്ഞെടുത്ത കരിയറിന് അനുയോജ്യമായ സ്കില്ലിംഗ് പ്രോഗ്രാം. ഇതൊന്നും തീരില്ല. തൊഴിൽദാതാക്കളോട് നമ്മൾ പ്രത്യേകം ശുപാർശ ചെയ്യേണ്ടി വരും, ആൻവാസ് ചെയ്യേണ്ടി വരും. ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം എന്നുള്ളതിന് നിയമപ്രകാരമില്ലെങ്കിലും ഇവരെ കൂടി ജോലിക്ക് പരിഗണിക്കാം എന്ന്. ഇവരിലൊരു വലിയ വിഭാഗത്തെ വിദേശത്ത് ജോലി നൽകാൻ വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റ് കൊണ്ടുകൊണ്ടിരിക്കുന്നു. സ്കിൽഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആയിട്ട് കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് പുറത്തുണ്ട്. ഇവര് പോകുന്നതിന് തടസ്സമില്ല. ജാതിയൊന്നും പുറത്തില്ലല്ലോ, ഇവിടെയല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരെ ഈ കൺസ്ട്രക്ഷൻ സ്കില്ലുകൾ ചെയ്യിച്ചു കഴിഞ്ഞാൽ വിദേശത്ത് പോകാൻ പറ്റും. അപ്പോ ഇത്തരത്തിൽ പ്രത്യേക സ്കീമുകൾ ഇവർക്ക് വേണ്ടി ആവിഷ്കരിച്ച് വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന് നടപ്പാക്കുന്നത്. എല്ലാ ജില്ലകളിലും അവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് തൊഴിൽമേളയും അതിനുവേണ്ടിയുള്ള സ്കില്ലിങ്ങും നടപ്പാക്കുന്നത്. കോളേജുകളുടെ സ്കില്ലിംഗ് പ്രോഗ്രാം അല്ല, തൊഴിൽമേളകൾ സംഘടിപ്പിക്കാം, അല്ലെങ്കിൽ തൊഴിലന്വേഷകരെ അണിനിരത്താം, അങ്ങനെ വരുന്നവരെ സ്കില്ല് ചെയ്യാം. ഇതിനു വേണ്ടി പണം പ്ലാൻ ഫണ്ടിൽ നിന്ന് വകയിരുത്താം. എല്ലാവർക്കും അനുവാദവും. ഇപ്പോ തൃശ്ശൂര് 10 ലക്ഷം രൂപ വീതമാണ് എല്ലാ ഗ്രാമപഞ്ചായത്ത്, 20 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, 50 ലക്ഷം രൂപ നമ്മുടെ ജില്ലാ പഞ്ചായത്ത്, അതുപോലെ കോർപ്പറേഷൻ. 6 കോടി രൂപ അവരാണ്, അവരുടെ പ്രൊജക്റ്റാണ് തൊഴിൽമേള, സ്കില്ലിംഗ്, തൊഴിലന്വേഷണം കണ്ടെത്തും. ജോബ് സ്റ്റേഷനുകൾ ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും, ജില്ലാ പഞ്ചായത്തിലാണ് ഇതിന്റെ പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് ഓരോ. ഫെസിലിറ്റേഷൻ സെന്റർ ഗ്രാമപഞ്ചായത്ത്, ജില്ലയിലും ബ്ലോക്കിലും ഗ്രാമപഞ്ചായത്ത് ഇവരധ്യക്ഷരായിട്ടുള്ള സ്കിൽ വിജ്ഞാന കേരളം കൗൺസിലുകളും ജില്ലയിൽ അവിടുത്തെ ജില്ലാ ചാർജുള്ള മന്ത്രി അധ്യക്ഷൻ. ബ്ലോക്ക് മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്ക് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനും, ഗ്രാമപഞ്ചായത്തും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. എന്താ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പണം നീക്കി വെക്കുന്നതിന് പ്രവേശിക്കാൻ പറ്റും? തൊഴിൽ അന്വേഷകരെ കണ്ടുപിടിച്ചത് സ്കില്ലിങ്ങിന് വേണ്ടിയുള്ള ഏജൻസികളെയൊക്കെ നമ്മൾ പുറത്തുനിന്ന് കണ്ടുപിടിക്കണം. അവർക്കുള്ള സ്ഥല സൗകര്യങ്ങൾ, പരിശീലനം. മൂന്നാമത് പ്രാദേശിക തൊഴിലുകൾ കണ്ടെത്താൻ പരിശീലനം നൽകുന്നത് വിജ്ഞാന കേരളം. പക്ഷെ തൊഴിലവസരങ്ങൾ കണ്ടെത്തേണ്ടതില്ല. തൊഴിൽ അന്വേഷകരെ പ്രാദേശിക ജോലികൾക്കുള്ളത് കണ്ടുപിടിക്കേണ്ട കുടുംബശ്രീകൾ. ഇത്തരത്തിൽ ഈ വലിയ ക്യാമ്പയിന് നേതൃത്വം നൽകുന്നത്
തദ്ദേശ ഭരണ സ്ഥാപനങ്ങളായിരിക്കും. ദൗർഭാഗ്യവശാൽ അവസാന വർഷമാണ് ഇത് ആരംഭിക്കുന്നത്. അതുകൊണ്ട് അവർക്കൊക്കെ മറ്റു അവസാന വർഷമാകുമ്പോൾ ഉള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇല്ല. ആവേശകരമായ സ്വീകരണമാണ് വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവേഷകര്, വലിയ പ്രൊഫഷണൽ ജോലികളിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നവര്, അവരെയൊക്കെ നമ്മൾ പിന്നെ സ്കില്ല് ചെയ്ത് ജോലി കൊടുക്കാനാണ്. അവരെയൊക്കെ കഴിയുമെങ്കിൽ സംരംഭകരാക്കി. രണ്ട് രീതിയിലുള്ള സംരംഭകത്വമുണ്ട്. ഒന്ന്, അവർ പഠിക്കുന്ന പഠനവേളയിൽ ഉണ്ടാവുന്ന പുതിയ ആശയങ്ങൾ, ആ ആശയങ്ങൾ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി അത് വാണിജ്യാടിസ്ഥാനത്തിൽ ഉത്പാദിപ്പിക്കുന്ന സംരംഭങ്ങൾക്ക് രൂപപ്പെടുത്താം. ഇന്നവേഷന്റെ അടിസ്ഥാനത്തിലുള്ള സംരംഭങ്ങൾ സ്റ്റാർട്ടപ്പുകൾക്കാണ് കൊടുക്കാം. അതിന് ഇന്നവേഷന് വേണ്ടിയുള്ള ഹാക്കത്തോണുകൾ, ഇൻക്യുബേറ്റർ സമ്പ്രദായങ്ങളൊക്കെ കോളേജിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. KDISCന്റെ ചോദനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തത്, പ്രൊഫഷണൽ ജോലികളിലേക്ക് ഏർപ്പെടുന്നവര് അവർക്ക് ഗിഗ് എക്കോണമിയിൽ നാട്ടിൽ നിന്ന് ഫ്രീലാൻസ് ജോലികൾ ചെയ്യാം. അങ്ങനെ ഫ്രീലാൻസ് ജോലികൾ ചെയ്യുന്നതിന് വീട്ടിൽ നിന്ന് പണിയെടുക്കുന്നതിനോ വീട്ടിനടുത്ത് നിന്ന് പണിയെടുക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവും. അവര് സ്വന്തം ഉൽപ്പന്നമൊന്നും ഇല്ലെങ്കിലും വിദേശത്തു നിന്ന് സബ് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ജോബ് ചെയ്യുന്നതായിട്ട് അയച്ചു കൊടുക്കാം. അങ്ങനെയുള്ള സംരംഭങ്ങളായിരിക്കാം. വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെയും ഗവേഷകരെയും കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കാം. അപ്പൊ അവരും വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ഇത് വലിയൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ. ഉദാഹരണത്തിന് സ്ത്രീകള് ഇന്ന് വീട്ടമ്മമാരായിരിക്കുന്നവര് വീടിനടുത്ത് തൊഴിലിന് പോകുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. സ്ത്രീയുടെ തൊഴിൽ പങ്കാളിത്തം ഇങ്ങനെ വർദ്ധിച്ച കേരളത്തിന് വരുമാനം എത്ര കൂടുന്നു വിളിച്ചു നോക്കിക്ക്. ഇന്ന് 20 ലക്ഷം തൊഴിൽ സ്ത്രീകൾ പണിയെടുക്കും. 50 ലക്ഷം പേര് കൂടി പണിയെടുക്കാൻ പോയാൽ കേരളത്തിലെ GDP എത്ര കൂടുന്ന ആലോചിച്ച്. രണ്ട്, ആര് വീട്ടിന് പുറത്ത് പോകുമ്പോൾ ഉണ്ടാവുന്ന സാമൂഹ്യ മാറ്റത്തെ ഇപ്പോ വീട്ടിലുള്ള പ്രായമുള്ളവരെ നോക്കാനുള്ള കമ്മ്യൂണിറ്റി ഉണ്ടാക്കേണ്ടി വരും. ഭക്ഷണം തുടങ്ങിയവ പാചകം ചെയ്യാനുള്ള കമ്മ്യൂണിറ്റി കിച്ചനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. അതല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് പ്ലേ സ്കൂളും ക്രഷും മറ്റും ആലോചിക്കേണ്ടി വരും. അപ്പൊ അത് ചെയ്യേണ്ടി വരും. ഇതാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ജോലി കൊടുക്കുന്നതാണെങ്കിലും ആ ജോലി ഫലപ്രദമായി കൊടുക്കുമെങ്കിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലുള്ള മാറ്റം. നമ്മൾ 4 ഇയർ കോഴ്സ് ആക്കി 3 വർഷത്തെ വലിച്ചു കിട്ടി 4 വർഷമാക്കില്ല 4 ഇയർ കോഴ്സ്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം കുട്ടികൾക്ക് ഇഷ്ടമുള്ള ചോയ്സ് പഠിക്കുന്നതിന്. കുട്ടികൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്കില്ല് ചെയ്യാം. സ്കില്ല് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ഉണ്ട്. അപ്പൊ അതിനെ എല്ലാ കാലത്തെങ്കിലും വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ നിർത്തൂല. ഇതിനൊരു സമ്പ്രദായം നടത്തി ഇത് ചെയ്യാനുള്ള പ്രാപ്തി കോളേജ് വന്നാൽ പിന്നെ കോളേജുകൾ നടത്തിക്കോളും. നമ്മുടെ ഉന്നത പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അവിഭാജ്യ ഭാഗമായിട്ട് മാറും. അങ്ങനെ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ നാട്ടിലും കോളേജിലും ഒക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും. ആ ദീർഘകാല മാറ്റങ്ങളാണ് യഥാർത്ഥത്തില് വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങൾ എന്ന് ഞാൻ പറയും. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും.